ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സംഘർഷത്തിൽ സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് BSF. കർഷകർ തമ്മിലുണ്ടായ വാക്കേറ്റം സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ സ്ഥിതി സാധാരണ നിലയിലായെന്നും BSF അറിയിച്ചു. ഒരിക്കൽ കൂടെ നിഖിൽകുമാർ ചേരുന്നുണ്ട്. നിഖിൽ, വിശദാംശങ്ങൾ. രജനി, തീർച്ചയായും ഇന്നലെ രാവിലെയാണ് ഈ ഒരു അതിർത്തി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇത് BSFന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന ഔദ്യോഗിക വിശദീകരണ പ്രകാരമാണെങ്കിൽ കർഷകർ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായിരുന്നു. ഇരു രാജ്യങ്ങളിലെയും കർഷകർ തമ്മിലുള്ള ചെറിയൊരു വാക്കേറ്റം, അത് ആ വാക്കേറ്റം വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. പിന്നീട് അത് കല്ലേറിലേക്ക്, അതായത് ഇരു രാജ്യ അതിർത്തിയിൽ ഒരു നീണ്ട കല്ലേറിലേക്ക് വരെ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഒരു ചെറിയ വാക്കേറ്റം വലിയൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉടനടി തന്നെ BSFും അതുപോലെ തന്നെ ബംഗ്ലാദേശിന്റെ അതിർത്തി സേനയും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ ഇടപെട്ടു. അങ്ങനെ ഈ ഒരു പ്രശ്നം നിലവിൽ സ്ഥിതി സാധാരണ നിലയിലേക്ക് എത്തി എന്നാണ് BSF ഔദ്യോഗികമായ വാർത്താ സമ്മേളനത്തിൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ്, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ രീതിയിലൊരു സംഘർഷം, കർഷകർ തമ്മിലുണ്ടായ ചെറിയൊരു വാക്കേറ്റമാണ് ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയത്. അതിൽ മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല, അതിൽ മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്ന് BSF അറിയിക്കുന്നുണ്ട്. അതായത് ഉടനെ തന്നെ ഈ ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ട ഉടൻ തന്നെ ഇരു സേനകളും ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടുകയും സ്ഥിതി ശാന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും അതിർത്തിയിൽ നിരീക്ഷണം തുടരുന്നുണ്ട്. ഇതിനിടയിൽ ഇന്നലെ രാവിലെ ഒരു 11:15 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കി. എന്നാൽ പിന്നീട് വൈകുന്നേരത്തോടുകൂടി വീണ്ടും ചില ആളുകൾ അവിടേക്ക് അതിർത്തിയിലേക്ക് എത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വീണ്ടും സംഘർഷത്തിന് സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്ത് അതിർത്തിയിൽ സേന കൂടുതൽ നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള സംഘർഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബംഗ്ലാദേശി പൗരന്മാർ ചിലർ ഉച്ചയ്ക്ക് ശേഷവും വൈകുന്നേരത്തോടുകൂടി വീണ്ടും അവിടേക്ക് ഒരു ആക്രമണം നടത്തുന്നതിന് എത്തിയെങ്കിലും അവരുടെ അതിർത്തി രക്ഷാ സേന അത് തടയുകയായിരുന്നു. അങ്ങനെയും വീണ്ടും ഒരു അക്രമത്തിലേക്ക് കലാശിക്കുകയോ അത് വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലോ അത് പൊട്ടിപ്പുറപ്പെടുന്ന രീതിയിലൊക്കെ അത് തടയുന്ന ഒരു സാഹചര്യം എന്തായാലും BSFന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും സ്ഥിതികൾ ഇപ്പോഴും അതിർത്തിയിലെ സ്ഥിതിഗതികൾ ഇപ്പോഴും BSF നിരീക്ഷിച്ചു വരികയാണ്. രജനി.